മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ അവതാരമാണ് കൃഷ്ണാവതാരം. രാമനായി അവതരിച്ചപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വഴങ്ങി കാര്യങ്ങൾ ചെയ്തിരുന്ന മഹാവിഷ്ണു കൃഷ്ണാവതാരത്തിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ശ്രീകൃഷ്ണൻ വലിച്ച ചരടിൽ ചലിച്ച പാവകളായിരുന്നു മറ്റുള്ളവരെല്ലാം. തടവറയിൽ ജന്മം കൊണ്ടത് തൊട്ട് വേടൻ്റെ അമ്പേറ്റ് സ്വർഗാരോഹണം വരെ എത്രയെത്ര ലീലകളാണ് ഭഗവാൻ ചെയ്തു കൂട്ടിയത്. അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു അവയൊക്കെ. ശ്രീകൃഷ്ണൻ്റെ മാതാവെന്ന നിലയിൽ ദേവകി മഹത്വം നേടി. കൃഷ്ണൻ്റെ ലീലകളും സൗന്ദര്യവും ദർശിച്ച് ഭാഗ്യവതിയായ യശോദ, ഉറ്റ തോഴിമാരായിരുന്ന ഗോപികമാർക്ക് എല്ലാം കണ്ണനായിരുന്നു. എല്ലാവരും കൃഷ്ണനെ ആരാധിച്ചു, മോഹിച്ചു, സ്വപ്നം കണ്ടു. വിദർഭദേശത്തെ രാജകുമാരി ശ്രീകൃഷ്ണനെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഭർത്താവായി സങ്കല്പിച്ചു. എന്നാൽ സഹോദരനായ രുക്മി ഇതിനെതിരായിരുന്നു. ചേതി രാജാവായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു രുക്മിയുടെ ആഗ്രഹം. ഒരു ബ്രാഹ്മണൻ്റെ കയ്യിൽ രാജകുമാരി രുക്മിണി ഒരു സന്ദേശം കൊടുത്തയച്ചു. നിങ്ങളല്ലാതെ മറ്റൊരാളും എന്നെ സ്പർശിക്കില്ല. നിങ്ങളെന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ ഞാൻ ഉപേക്ഷിക്കും. ഇത് വായിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ കുണ്ടിനപുരത്തേക്ക് പുറപ്പെട്ടു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് മടങ്ങിയ രുക്മിണിയെ തൻ്റെ രഥത്തിൽ കയറ്റി ശ്രീകൃഷ്ണ ഭഗവാൻ കൊണ്ടുപോയി. എതിർത്ത പടയാളികളെല്ലാം അദ്ദേഹം തോൽപ്പിച്ചു. രുക്മിണിയുടെ വിവാഹം ശരണാഗതി തത്വത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. പരിപൂർണമായും നമ്മെ ദൈവത്തിൽ അർപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം.